ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. റെഡി ആയിട്ട് എവിടെ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ അപ്പുറത്തൊരു അമ്പലമുണ്ട്, ഉണ്ടക്കാവ് ഭഗവതി ക്ഷേത്രം. കണ്ടോ, ആളുകളൊക്കെ പോകുന്ന കണ്ടോ. അവിടെ കർക്കിടകം പ്രമാണിച്ചിട്ട് നമുക്ക് 30 ദിവസം ഉച്ചയ്ക്ക് കഞ്ഞിയുണ്ട് കേട്ടോ. നമുക്കാണ് ആക്ച്വലി അടുത്ത് കേട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്താണ്. പക്ഷെ നമ്മളാണ് എപ്പോഴും പോകാമെന്ന് വിചാരിക്കും, നടക്കാറില്ല. മമ്മി പറ്റണ ദിവസമൊക്കെ പോകാറുണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസമാണ് ഇപ്പോൾ ഇതുവരെ പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും സന്ദീപേട്ടനും അമ്മയും കൂടിയാണ് പോകുന്നത് ഗൈസ്. ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, ഏകദേശം ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ ഡിസ്റ്റൻസ് കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി ഇന്ന് എന്തായാലും പോകാമെന്ന് തീരുമാനിച്ചു. മോന് സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പം അവൻ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് എടുത്ത് ആദ്യം നോക്കുന്നത് നമുക്ക് എത്ര ഫോളോവേഴ്സായി എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് UKG-യിലാണല്ലോ, അപ്പം സെർച്ച് ചെയ്തെടുക്കാനൊന്നും അറിയില്ല എന്നാണ്. പക്ഷെ കുട്ടികളൊക്കെ ഹൈടെക്കായി ഗൈസ്. ഫോൺ എടുത്തിട്ട് അതിലെ ആ വോയിസ് റെക്കോർഡ് മേലെ അതിൽ സുജി സന്ധു എന്ന് പറയും, അപ്പോൾ നമ്മുടെ ചാനൽ വരും. അപ്പോൾ അങ്ങനെ ഇതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം കട്ടപ്പുക. അവൻ അറിയാണ്ട് എവിടെ പോയാലും അവൻ കണ്ടുപിടിക്കും ഗൈസ്. അവൻ സ്കൂളിൽ പോയ സമയത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഈ വഴിയൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ നോക്കൂ. ഈ വഴി മൂവി ഷൂട്ടിങ്സൊക്കെ ഇതിലൂടെ നടക്കാറുണ്ട് കേട്ടോ. ഇതിലൂടെ ഈ വഴി കൂടെ അല്ല, അമ്പലം ആ പ്ലേസിലൂടെയൊക്കെ മൂവി ഷൂട്ടിങ്സൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ സന്ദീപേട്ടൻ എനിക്ക് പോകുന്ന വഴി ആ സ്ഥലമൊക്കെ കാണിച്ചു തരുമായിരുന്നു. അതായത് ഈ പട്ടാളം മൂവിയിലെ ഇടയിൽ ഒരു സോങ് ഉണ്ടല്ലോ, ആരൊരാൾ പുലർമഴയിൽ. അപ്പോൾ ആ സോങ്ങിൽ ഉള്ള ചെറിയൊരു സീൻ ഇത് ഏട്ടൻ കാണിച്ചതാണ്. ആ ഒരു ആൽമരത്തിൻ്റെ അവിടെയാണ്. അപ്പം ഞാൻ ആ ഒരു ജസ്റ്റ് ആ ഒരു ഇത് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു ആൽമരമാണ് കാണിച്ചു തന്നത്. പിന്നെ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലും ഒരു വലിയൊരു മരമുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ നോർമലി ഫോട്ടോസൊക്കെ എടുക്കാറുള്ളത് കേട്ടോ. വേലാപൂരം അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ജസ്റ്റ് മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. നല്ല വേലയ്ക്കൊക്കെ നല്ല ഗ്രാൻഡായിട്ട് വേലയൊക്കെ നടക്കാറുണ്ട് ഇവിടെ. 10 ദിവസം പ്രോഗ്രാംസ് അമ്പലത്തിൽ അങ്ങനെ നല്ല ഗ്രാൻഡായിട്ടൊക്കെ നടക്കുന്നതാണ്. ആ ആലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ആ പാട്ട് പട്ടാളം മൂവിയിലെ ആ പാട്ട് ഈ ഒരു ആൽമരത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് സന്ദീപേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ട ഈ ഒരു സീൻ, ചെറിയൊരു സീനുള്ളൂ കേട്ടോ. പിന്നെ മമ്മൂട്ടി ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സീനും ആ മൂവിയിലുണ്ട് എന്ന് ഏട്ടൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഏട്ടൻ എന്തൊക്കെ പറയും കേട്ടോ, മമ്മൂട്ടി ഇവിടെ വന്നിട്ടാണ് കാർ തിരിച്ചത് എന്നൊക്കെ പറയായിരുന്നു. ഈ ഒരു ഇലേനെ കുറിച്ച് പറഞ്ഞത് ഇത് വെച്ചിട്ടാണ് മുടിയൊക്കെ പണ്ട് ചീന്തിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഇതെന്ത് ഇലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? ഏട്ടൻ പറഞ്ഞത് പാറകം എന്നാണ്. എനിക്ക് മനസ്സിലായില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് നല്ലൊരു മുരമുരപ്പുണ്ട്. ഇതാണ് നമ്മുടെ കഞ്ഞിയും അച്ചാറും എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ കറി ഇങ്ങനെ എല്ലാ ദിവസവും മാറും കേട്ടോ. പടവലങ്ങ, ചൊരങ്ങ, ഇന്ന് കൊള്ളി ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും വേറെ വേറെ കറികളായിരിക്കും. ഞാൻ ഒരു 2 ദിവസം മുന്നേ വന്നിട്ട് കഞ്ഞി കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, മമ്മിയുടെ കൂടെ തന്നെയാണ്. അപ്പം ഇന്നും ഞാനും മമ്മി സന്തും കൂടിയാണ് പോയത്. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ അവിടെ മേലെയായിട്ടാണ് കേട്ടോ. ഫുഡിന് വേറൊരു സെപ്പറേറ്റ് പ്ലേസാണ്, അതാണ് അമ്പലം. കണ്ടോ, തൊട്ടപ്പുറത്ത് ആണ് അമ്പലം. അപ്പം അമ്പലത്തിൽ നമുക്ക് ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന അത്രയും അടുത്താണ്. അത് മാത്രമല്ല, ഇപ്പം മാരേജ് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അല്ലെങ്കിലും അമ്പലത്തിൽ എല്ലാവർക്കും വിശ്വാസമാണ്, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ടെൻഷനോ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിലീഫാണ്. ഇതാണ് നമ്മുടെ ദേവിയുടെ അമ്പലം. അത് മാത്രമല്ല, എനിക്കൊരു പേഴ്സണലി കുറേ എക്സ്പീരിയൻസുകൾ, അതായത് കുറേ കാര്യങ്ങളിൽ നിന്ന് നമ്മളങ്ങനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച സമയത്ത് നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലെസ്സിങ്സ് കുറേ കാര്യങ്ങളിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇവിടെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. പക്ഷേ എപ്പോഴും പോയി തൊഴുകാറുമില്ല, അങ്ങനെ എപ്പോഴും അങ്ങനെ പോകാൻ പറ്റാറില്ല. എന്നാലും പറ്റുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ പിറന്നാൾ, ആനിവേഴ്സറി, കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ മുടക്കം വരാണ്ട് നമ്മൾ പോയി തൊഴുകും. അതല്ലാണ്ട് പറ്റണ പോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തൊഴുകാറുണ്ട് കേട്ടോ. പിന്നെ ഈ സീനറീസൊക്കെ അടിപൊളിയാണ്. ആ പോകുന്ന വഴി വരുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. വണ്ടിയിൽ പോകുന്നതിനെക്കാട്ടിലും നമുക്ക് നടന്നു പോയി തൊഴുത് വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ്. നമുക്കിപ്പോൾ 930 ഫോളോവേഴ്സായി കേട്ടോ. വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. 1K ആകാറായി ഗൈസ്.
പിന്നെ നമ്മൾ പോണ വഴി പുളി കണ്ടു കേട്ടോ. പുളി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ വാളൻ പുളി എന്ന് പറയും. നോക്കട്ടെ. പുളീനെ നമ്മൾ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് കഴിച്ച് തമ്പനയിലിടാമെന്ന് വിചാരിച്ച്. അന്നേരം ഞങ്ങൾ രണ്ടുപേരും പുളിയൊക്കെ കഴിച്ച് അങ്ങനെ നടന്നുകൊണ്ട് വന്ന്. അങ്ങനെ വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. പുളിക്കിപ്പോൾ എന്താ ടേസ്റ്റ് അല്ലേ? അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. വീട്ടിൽ വന്നു. ഈ കുണുങ്ങി വരുന്നതാണ്ട, ഇത് ഞങ്ങളുടെ വീട്ടിലെ പട്ടിയാണ്. പട്ടി ഇവള് ഞങ്ങളുടെ ആയതുകൊണ്ട് പറയല്ല, ഒരു അനുസരണയില്ല. ഇങ്ങനൊരു തലതെറിച്ച സാധനം ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. അവൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.